ഡേ എന്തോന്നല്ലേ ഈ സിനിമയിൽ വിവറ്റങ്ങളൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. ഒരു ഒറ്റ മാതാവേ, ഒരു രക്ഷയില്ല. ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്നെ കണ്ടപ്പോൾ മനസ്സിൽ ഓടിപ്പോയ രണ്ട് സിനിമകളുടെ പേരാണ്. ഒന്ന് ധ്യാൻ ശ്രീനിവാസനും ദുർഗകൃഷ്ണനും കൂടി അഭിനയിച്ച എന്താണ് പേര്, ഉടൽ. യെസ്, ഉടൽ. 2023 ഇറങ്ങിയ ഉടൽ. ഇന്ദ്രൻസും ആ സിനിമയിൽ നല്ല റോൾ അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ്, ടോവിനോ തോമസും സുരാജ് വെഞ്ഞാറും കൂടെ അഭിനയിച്ച കാണേ കാണേ എന്ന് പറയുന്ന സിനിമ. യെസ്, ഈ രണ്ട് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഒരു അഭിഹിതം. സോ ഒരു പ്രേരണ ആയല്ലോ ഈ ഒരു സിനിമ കാണാനായിട്ട്. സിനിമയുടെ പേരാണ് ഉള്ളൊഴുക്ക്. നൗ അഭിഹിതവും ഉള്ളൊഴുക്കും ഈ രണ്ട് പേരും കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കഥ വ്യക്തമായിട്ടുണ്ടാവും. യെസ്, ഒരു അഭിഹിതത്തിന് പുറത്ത് നടക്കുന്ന കുറച്ച് ഇമോഷൻസ്, അത് പുറത്തേക്ക് രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് ചാടുന്നു. സോ അതിന് ചുറ്റിപ്പറ്റിയിട്ടുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ, ഹൗ ഷീസ് ഗോൺ ഹാൻഡിൽ, അവരുടെ കുടുംബക്കാരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. സോ ഈ ഒരു രഹസ്യം പുറത്ത് ചാടുമ്പോൾ വേറെ കുറേ രഹസ്യങ്ങൾ പുറത്ത് ചാടുന്നു. ഒരു ടോട്ടലി എൻഗേജിങ് പടം. ആൻഡ് എടുത്ത് പറയേണ്ടത് ഊർവശിയുടെ അഭിനയം ആൻഡ് പാർവതിയുടെ അഭിനയം, ഈ രണ്ട് പേരും കൂടി സിനിമയിൽ അങ്ങോട്ട് തകർത്ത് എറിഞ്ഞിട്ടുണ്ട്. എന്ത് രസമാണ് നമ്മൾ കണ്ടിരിക്കാനായിട്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ എന്താ പറയുക, ഒരു അവാർഡ് പടം കാണേണ്ട ലാഘവത്തോടു കൂടിയാണ് കണ്ടത്. ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതിൻ്റെ പോസ്റ്റർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പാർവതി പിന്നെ ഉർവശി ബാക്കിൽ വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ഒരു വീട്, അവരുടെ വീട്. സോ ഏകദേശം ഒരു ഊഹം മനസ്സിലുണ്ടായിരുന്നത് ഒരു ഫ്ലഡഡ് ഹൗസിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ. ബട്ട് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതിയോട് കൂടിയിട്ട് കാര്യങ്ങൾ അപ്പം തന്നെ ഡയറക്ടർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടറിന് ഷീ ഹേറ്റ്സ് ഹർ ലൈഫ്, ഷീ ഹേറ്റ്സ് ഹർ ഹസ്ബൻഡ്, ഷീ ഹേറ്റ്സ് ദ ഹോൾ ഫാമിലി. ഇഷ്ടമല്ല ആൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം. ആൾക്ക് തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ട് റിലേഷനിലാണ്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി ഷീസ് പ്രഗ്നൻറ്റ്. സോ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതിയോട് കൂടി പിന്നെ ഞാൻ ഊഹിച്ച് തുടങ്ങി ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വരെയുള്ള പോക്ക് മിക്കവാറും ഈ ഒരു അവിഹിതവും പ്രഗ്നൻസിയും ആൻഡ് ഇമോഷൻസും ആ ഒരു രഹസ്യം വെക്കാനുള്ള അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും പടം. ഒരു ടൈം വേസ്റ്റായി എനിക്ക് വിചാരിച്ചു. ബട്ട് കൃത്യം ആ സമയത്ത് തന്നെ ഡയറക്ടർ ഇന്ത്യയുടെ ഭർത്താവിനെ അങ്ങോട്ട് കൊന്നുകളഞ്ഞു, മരിച്ചു. ഹി ഹാസ് എ ബ്രെയിൻ ട്യൂമർ. സോ ആളുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയുള്ള കഥയെല്ലാം ഓക്കെ ആണല്ലോ, ഹാപ്പി എൻഡിങ്. ലൈക്ക് പാർവതി സേഫാണ്, അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോൾ സേഫാണ്. അപ്പോൾ അഭിഹിതം പുറത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഭർത്താവ് മരിച്ചു, ഇനി നൈസായിട്ട് വേറൊരു കെട്ടിയവനെ പോയി കിട്ടുക, ഒരു കള്ളക്കല്യാണം നടത്തിയിട്ട് തൻ്റെ കാമുകനെ പോയി വിവാഹം കഴിക്കുക, സുഖജീവൻ നയിക്കുക. ബട്ട് നോ, അഞ്ജുയുടെ അമ്മായിയമ്മയ്ക്ക് പ്രഗ്നൻസി വിവരത്തെക്കുറിച്ച് അറിയുന്നുണ്ട്. പക്ഷെ കക്ഷി വിചാരിക്കുന്നത് തൻ്റെ മകൻ്റെ കൊച്ചാണെന്നുള്ളതാണ്. അഞ്ജു തനിക്ക് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും താമസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മരണച്ചടങ്ങ് കഴിയുന്നതോടുകൂടി താൻ ഈ വീട് വിട്ടു പോകുമെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഊർവശി ഒരു ചെറിയ ഇമോഷണൽ നാടകമൊക്കെ നടത്തുന്നുണ്ട് അവരെ പിടിച്ച് നിർത്താനായിട്ട്. ആ ഒരു കാരണം ആ ഒരു വീട് പകുതി വെള്ളത്തിനടിയിലാണല്ലോ, മഴയൊക്കെ പെയ്തിട്ട്. സോ പള്ളിയും സെമിത്തേരിയും വെള്ളത്തിനടിയിലാണ്. സോ പാർവതി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമ്മുടെ പള്ളിയിൽ അടക്കം ചെയ്താൽ മതി. സോ വെള്ളമൊക്കെ കുറയുന്നവരെ കഴിഞ്ഞിട്ടൊക്കെ മതി അടക്കൽ. സോ അടക്കം വരെ അഞ്ജുവിന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ കാണാം. ഊർവശിയുടെ മുഖത്ത് ഒരു ഡെവിലിഷ് ഫീലിംഗ്. എൻ്റെ മരുമകളും പിന്നെ എൻ്റെ പേരക്കുട്ടിയും, പിറക്കാൻ പോകുന്ന പേരക്കുട്ടിയും ഇവിടെ തന്നെ വേണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്നത്. ആ സമയത്താണ് സത്യങ്ങൾ ഊർവശി അറിയുന്നത്. സോ അതിനെ ചുറ്റിപ്പറ്റി പാർവതി എന്നിട്ടും അഞ്ജുവിനെ പിടിച്ച് നിർത്താൻ ഊർവശി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് വേറെ കുറച്ച് രഹസ്യങ്ങൾ, ഊർവശിയുടെ ഭാഗത്ത് നിന്ന് ചില രഹസ്യങ്ങൾ പുറത്തേക്ക് ചാടുന്നതും അത് അഞ്ജുവിന് തുരുപ്പിച്ചിട്ടായി മാറുന്നത്. പിന്നെ നേരെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് നമ്മൾ അപ്പോഴും വിചാരിക്കും ഓക്കെ ക്ലൈമാക്സ് ഇങ്ങനത്തെ ഒരു എൻഡിങ്ങിലേക്ക് ആയിരിക്കും പോവുക. അറ്റ് ദി എൻഡ് ദ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഹാപ്പി ലൈഫായിട്ട് പോകും. ബട്ട് നോ, യു ആർ ടോട്ടലി മിസ്റ്റേക്കൺ. അവിടെയാണ് വീണ്ടും ഡയറക്ടർ തൻ്റെ ബ്രില്യൻസ് കാണിക്കുന്നത്. യു കാണ്ട് നെവർ എക്സ്പെക്ട് ദ ക്ലൈമാക്സ്. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ഫെയർ. എങ്ങനെയാണ് ഈ കഥ അവസാനിപ്പിച്ചതെന്നുള്ളത് തന്നെ ഇറ്റ്സ് ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. എങ്ങനെയാണ് ഈ കഥ അവർ മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളത് ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. ആൻഡ് അത്രയൊക്കെ തന്നെ, കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണമെന്നില്ല. ബിക്കോസ് യൂസ് യുവർ ടൈം വാസ്ലി ഓൺ വാച്ചിങ് ദിസ് മൂവി. ഐ വുഡ് ഹൈലി സജസ്റ്റ് യു ഗൈസ് ടു വാച്ച് ദിസ് മൂവി. അടിപൊളി. ഞാൻ പറയുന്നല്ലോ, എൻ്റെ ഒരു
ഫസ്റ്റ് ഹാഫിൻ്റെ പകുതിയോട് കൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു ലൈക്ക് കഥ കഴിഞ്ഞു, ലൈക്ക് അഞ്ചു ഇപ്പോൾ സേഫാണ്, തൻ്റെ ഭർത്താവ് മരിച്ചു, ഇനി പ്രഗ്നൻസി അല്ലെങ്കിൽ അഭിഹിതത്തെക്കുറിച്ച് പുറത്ത് പറയേണ്ട ആവശ്യമില്ല. സോ ലൈക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്, നമ്മുടെ കാണേ എന്താ പറയുന്ന സിനിമയിലെ പോലെ എല്ലാം സെറ്റായിട്ടുണ്ട്. സോ ഷീ ഹാസ് ടു ജസ്റ്റ് പ്ലേ ദ ഗെയിം ആൻഡ് ലിവ് ഹർ ലൈഫ്. ബട്ട് അപ്പോഴും ഒരു കൺഫ്യൂഷൻ തോന്നി, സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി ആയിട്ടുള്ളൂ. സോ വാട്ട് ഹാസ് എ ഡയറക്ടർ ലെഫ്റ്റ് ഫോർ ദ റിമൈനിങ് ടൈം, ലൈക്ക് ബാക്കിയുള്ള സമയത്ത് എന്താണ് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാനായിട്ട് എന്നുള്ള കൺഫ്യൂഷൻ തോന്നി, ക്യൂരിയോസിറ്റി ഉള്ളിൽ വന്നു. പിന്നെ എങ്ങോട്ട് ഒരു റോളർ കോസ്റ്റർ റൈഡിൽ നമ്മളിങ്ങോട്ട് കയറ്റി അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുന്നു. ഇപ്പോൾ രണ്ടുപേരും വഞ്ചിരി പോകുന്ന ഒരു സീനുണ്ട്, അമ്മായിയമ്മയും മരുമകളും കൂടിയിട്ട് കൈപിടിച്ച് പോകുന്ന ഒരു സീൻ. ആൻഡ് ഇറ്റ് സേസ് എവറിത്തിങ്. ലൈക്ക് രാജീവിന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്. ഹീ ഷുഡ് ഹാവ് നെവർ സെഡ് ദോസ് വേർഡ്സ്. എന്തോ മൈ ഒപ്പീനിയൻ. എനിവേ കൂടുതൽ പറഞ്ഞ് സ്പോയിലേഴ്സ് ആക്കുന്നില്ല, കാരണം കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലൈമാക്സ് ഒരു വ്യക്തത കിട്ടും, പിന്നെ ആ ഒരു സുഖം അങ്ങോട്ട് പോയല്ലോ. സോ അങ്ങനെയൊക്കെ തന്നെ നല്ല അടിപൊളി പടം തന്നെയാണ് ഉൾക്കാഴ്ച. ആൻഡ് സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെയാണ് ഇറ്റ് ഉള്ളിലെ കാഴ്ച, ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് സിനിമ സംസാരിക്കുന്നുണ്ട്. ബ്ലഡി ഹെൽ, ഉർവശി ആൻഡ് പാർവതി ജസ്റ്റ് കിൽഡ് ഇറ്റ്. സോ ഗൈസ്, അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം ആസ് യൂഷ്വൽ. ആൻഡ് പറയേണ്ട ആവശ്യമുള്ളല്ലോ. സ്റ്റേ ട്യൂൺഡ്.